വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 പബ്ലിക് എക്സാമിന് +1 ബിസിനസ് സ്റ്റഡീസിൽ കോമേഴ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റായ ബിസിനസ് സ്റ്റഡീസിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 2026 പബ്ലിക് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവ എത്രയൊക്കെ മാർക്കിനാണ് ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം 11 ചാപ്റ്റേഴ്സാണ് നമുക്ക് +1 ബിസിനസ് സ്റ്റഡീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ്. ഒരു മിനിമം ഒരു 6 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കും. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള +1 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. തേർഡ് ചാപ്റ്റർ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അതേ വെയിറ്റേജ് തന്നെയാണ് ഈ ഒരു തേർഡ് ചാപ്റ്ററിനുള്ളത്. 6 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. 6 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ ഫോർത്ത് ചാപ്റ്റർ ബിസിനസ് സർവീസ്. രണ്ടാമത്തെ ചാപ്റ്ററായ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു മറ്റൊരു ചാപ്റ്ററാണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ഫോർത്ത് ചാപ്റ്റർ. 10 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. സോ മിനിമം ഒരു 10 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കാണ്. ദെൻ സിക്സ്ത് ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. മിനിമം ഒരു 6 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ സെവൻത്ത് ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്കാണ്. അതുപോലെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററായ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനും ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ അതേ വെയിറ്റേജ് ആയ 8 മാർക്കാണ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിനും മിനിമം ഒരു ഓരോ ചാപ്റ്ററിനും 8 മാർക്കിന് വീതം, മിനിമം ഒരു 8 മാർക്കിന് വരെ ചോദ്യം ഈ ഓരോ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏഴാമത്തെ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ 9ാമത്തെ ചാപ്റ്ററാണ് MSME ആൻഡ് ബിസിനസ് എൻ്റർപ്രണർഷിപ്പ്. +1 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഈ 9th ചാപ്റ്ററായ MSME ആൻഡ് ബിസിനസ് എൻ്റർപ്രണർഷിപ്പ്. 4 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ദെൻ 10th ചാപ്റ്റർ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഈ 10th ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ഫോർത്ത് ചാപ്റ്ററിനെ പോലെ തന്നെ 10 മാർക്ക്, മിനിമം ഒരു 10 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ ലാസ്റ്റ് യൂണിറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്. 5 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും ഓരോ ചാപ്റ്ററിനും മിനിമം എത്ര മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ചോദ്യം വരും എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ചാപ്റ്റേഴ്സിലും ഈ പബ്ലിക് എക്സാമിന് 2026 പബ്ലിക് എക്സാമിന് +1 ബിസിനസ് സ്റ്റഡീസിൽ ഓരോ ചാപ്റ്റേഴ്സിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവ എത്രയൊക്കെ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇരുന്ന് കാണുക. നമുക്കൊന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓരോ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് ചാപ്റ്ററിന് നമ്മൾ പറഞ്ഞു അതിൻ്റെ വെയിറ്റേജ് 6 മാർക്കിനാണ്. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്, ഡോക്ടർ രാജു ഈസ് വർക്കിംഗ് ഇൻ സിറ്റി ഹോസ്പിറ്റൽ ചെന്നൈ ആസ് എ മെഡിക്കൽ ഓഫീസർ. രാജു എന്ന് പറയുന്ന ആൾ ചെന്നൈയിലുള്ള ഒരു സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. മെൻഷൻ ദ കാറ്റഗറി ഓഫ് ആക്ടിവിറ്റി ഇൻ വിച്ച് ഡോക്ടർ രാജു ബിലോങ്സ് ടു. ഡോക്ടർ രാജു എന്ന് പറയുന്ന ആൾ ഏത് ഇക്കണോമിക് ആക്ടിവിറ്റിയിലാണ് ബിലോങ് ചെയ്യുന്നത്, ഏത് എക്കണോമിക് ആക്ടിവിറ്റിയിലാണ്, ബിസിനസ്സിലാണോ, പ്രൊഫഷനാണോ, എംപ്ലോയ്മെൻ്റ് ആണോ.
സ്റ്റേറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയുടെ 2 ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ മെൻഷൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യന് നമുക്കൊരു ഒരാളുടെ പേര് തരാം. അദ്ദേഹം ഇന്ന ജോലിയാണ് അല്ലെങ്കിൽ ഇന്ന മേഖലയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ചോദിച്ചുകൊണ്ട് ഒരു 2 തൊട്ട് 3 മാർക്കിന് വരെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഇൻടു എക്സ്ട്രാക്റ്റീവ്, ജെനറ്റിക്, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസിനൊക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനൊക്കെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിലും ജെനറ്റിക് ഇൻഡസ്ട്രീസിലും ഈ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഈ ഓരോ ഇൻഡസ്ട്രീസിലും വരുന്ന ആക്ടിവിറ്റി ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. 2 തൊട്ട് 4 മാർക്കിന് വരെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന് ചോദിക്കാം. അപ്പോൾ മൈനിങ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? എക്സ്ട്രാക്റ്റീവിലാണോ, ജെനറ്റിക്കിലാണോ, മാനുഫാക്ചറിങ്ങിലാണോ, കൺസ്ട്രക്ഷനിലാണോ? അതുപോലെ ഇപ്പോൾ പോളിറ്ററി ഫാംസ് ഏതിലാണ് വരുന്നത്? അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിഫൈ 5 ഹിൻഡറൻസ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ടു റിമൂവ് ദീസ് ഇൻഹെറൻസ്. ഇൻഹെറൻസ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇൻഹെറൻസ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇൻഹെറൻസ് ഓഫ് ട്രേഡ് എങ്ങനെ റിമൂവ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് 4 തൊട്ട് 6 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കേണ്ട ഘടകങ്ങളെപ്പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കേണ്ട ഘടകങ്ങളെപ്പറ്റി 4 തൊട്ട് 6 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ, ഈ ഒരു ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചാർട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, എക്സ്ട്രാക്റ്റീവ്, ജെനറ്റിക്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻസ്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അതൊരു ചാർട്ട് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാനും പറയുന്ന ഒരു ക്വസ്റ്റ്യന് 8 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യനായിട്ട് ഈ ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ ആ ഇൻഡസ്ട്രീസിനെ പറ്റി നിങ്ങൾ ഈ ചാപ്റ്ററിന് നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞു 12 മാർക്കാണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. സെക്കൻഡ് ചാപ്റ്ററിന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. നമുക്കിങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുക്കും, പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ മാച്ച് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഏതാണ്. ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പിൻ്റെ നേരാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക, മാച്ച് ദ ഫോളോയിങ് പാർട്ട്ണർ എന്ന് കൊടുക്കും. ദെൻ അങ്ങനെ മാച്ച് ദ ഫോളോയിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് മാച്ച് ദ ഫോളോയിങ് ഉറപ്പായിട്ടും ചോദിക്കും. ദെൻ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള എസ് എ ക്വസ്റ്റ്യനാണ് മെറിറ്റ്സ് ഓർ ഫീച്ചേഴ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എക്സെട്ര. വ്യത്യസ്ത ബിസിനസ്സുകളുടെ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സിനെയോ ഫീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ ലിമിറ്റേഷനൊക്കെ പറ്റി 2 തൊട്ട് 8 മാർക്കിന് വരെ ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് പോലുള്ള ഓർഗനൈസേഷനുകളുടെ ഓണർഷിപ്പുകളുടെ ഫോംസ് ഓഫ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, ഇവ ഒരു മിനിമം 4 എണ്ണമെങ്കിലും, മെറിറ്റ്സും ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും മിനിമം ഇത് 3 ഒരു 4 പോയിൻ്റെങ്കിലും പഠിച്ചു പോവുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് കണ്ടൻസ്. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള കണ്ടൻസുകളെ പറ്റി 2 തൊട്ട് 5 മാർക്കിന് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള കണ്ടൻസുകളെ പറ്റി. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിലുള്ള കണ്ടൻസുകൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് പഠിച്ചു പോവുക. ഇതൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യന്. ഇനി തേർഡ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്കറിയാം 6 മാർക്കാണ്. പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്നാണ് തേർഡ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്,
global enterprise, or government company, or MNC or departmental undertakings, etc. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീൻ്റെ അല്ലെങ്കിൽ MNCൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ്. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഫീച്ചേഴ്സ് ഉറപ്പായിട്ടും 5 മാർക്കിന് ഈ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് പബ്ലിക് എൻ്റർപ്രൈസ് ഇൻറ്റു ഡിപ്പാർട്ട്മെൻറ്റൽ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെൻറ് കമ്പനി. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റൽ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളുടെ ഗവൺമെൻറ് പബ്ലിക് എൻ്റർപ്രൈസുകളുടെ പേര് തരും. ഇതിലേതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിൽ വരുന്നത്, ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ വരുന്നത്, ഏതാണ് ഗവൺമെൻറ് കമ്പനി. സോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഒരു 3 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന്. ഇനി നമുക്ക് 4th ചാപ്റ്റർ എടുക്കാം. 4th ചാപ്റ്ററിൻ്റെ പേര് ബിസിനസ് സർവീസ് എന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞു 10 മാർക്കാണ്. ഈ ഒരു ചാപ്റ്ററിന് 2 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് സർവീസ്. ബിസിനസ് സർവീസിൻ്റെ പ്രത്യേകതകളെ പറ്റി 2 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ ഇ ബാങ്കിങ്ങിനെ പറ്റി ഒരു 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ പറ്റി ഒരു 4 തൊട്ട് 8 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ പറ്റി. അതുപോലെ ഈ ഒരു ചാപ്റ്ററിന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ആ പ്രിൻസിപ്പിൾസ് പേര് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, ഇൻഷുറൻസിൻ്റെ ആ പ്രിൻസിപ്പിളിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി നന്നായിട്ട് പഠിച്ചു പോവുക. സോ ഇത്രയാണ് ഈ ഒരു 4th ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ്. 5th ചാപ്റ്ററാണ്. 5 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, ട്രാൻസാക്ഷൻ റിസ്ക് ഇൻ ഇ ബിസിനസ്. ഈ ബിസിനസ്സിലുള്ള റിസ്കുകൾ 3 മാർക്കിന് വരെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ബെനിഫിറ്റ് ഓഫ് ഇ ബിസിനസ്. ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി 4 തൊട്ട് 5 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. ട്രഡീഷണൽ ബിസിനസ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് 2 തൊട്ട് 5 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. 6th ചാപ്റ്റർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞു 6 മാർക്കാണ്. ഈ ഒരു ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ആർഗ്യുമെൻറ്റ്സ് എഗനിസ്റ്റ് ആൻഡ് ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. ഒന്നല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എഗനിസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യേണ്ടതില്ല, അതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യണം, അതിനെ ഫേവർ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ പറ്റി ഒരു 2 തൊട്ട് 5 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അപ് ടു ഒരു 5 മാർക്ക് വരെ, ഒരു 5 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നീട് ഈ ചാപ്റ്ററിന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പൊല്യൂഷനെ പറ്റി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷനെ പറ്റിയൊക്കെ ഈ ഒരു ചാപ്റ്ററിന് 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിന് വരുന്നതാണ് 7th ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേര് ഫോർമേഷൻ ഓഫ് എ കമ്പനി. 8 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഈ ചാപ്റ്ററിൽ 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ. പ്രൊമോട്ടറുടെ ഫങ്ഷന് 2 തൊട്ട് 4 മാർക്കിന് വരെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ആൻഡ് നെക്സ്റ്റ്, റൈറ്റ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് 4 തൊട്ട് 5 മാർക്ക്, 4-5 മാർക്കിനൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. ഒന്നല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം.
ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ക്ലോസസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലുള്ള ഡിഫറൻറ്റ് ക്ലോസുകളെ പറ്റി 5 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ചാപ്റ്ററിന് എസ് ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് സ്റ്റെപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി രൂപീകരിക്കുന്ന സമയത്തുള്ള സ്റ്റെപ്പുകൾ, വിവിധ ഘട്ടങ്ങളെപ്പറ്റി ക്വസ്റ്റ്യനായിട്ട് 8 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഇത്രയൊക്കെയാണ് ഈ 7ാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് യൂണിറ്റ് ആണ് 8ാമത്തെ യൂണിറ്റ്, സോഴ്സസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജും 8 തന്നെയാണ്. ഈ ഒരു ചാപ്റ്ററിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ റീറ്റേൺഡ് ഏണിങ്സ്. ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് 2 മാർക്കിന് റിട്ടേൺഡ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ദെൻ പിന്നീട് 2 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്. ദെൻ പിന്നീട് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നല്ലെങ്കിൽ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ടു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ആ കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാനായിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെ മാർഗത്തിലൂടെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അതൊരു 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് 8ാമത്തെ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന്. ഇനി നമുക്ക് 9th യൂണിറ്റിലേക്ക് പോകാം. ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞു 4 മാർക്കാണ്. ഈ ഒരു ചാപ്റ്ററിന് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് 2 തൊട്ട് 5 മാർക്കിന് വരെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മാൾ ബിസിനസ് ഇൻ ഇന്ത്യ. ചെറുകിട ബിസിനസ്സുകൾ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. 2 തൊട്ട് 5 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ദെൻ 3 ഫീച്ചേഴ്സ് ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകതകളെ പറ്റി അതൊരു 3 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട സംരംഭങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതൊക്കെയാണ്. 3 ടയർ സ്ട്രക്ചറിലാണുള്ളത് നമുക്കറിയാം. ആ 3 ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒരു 3 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നീട് 10th ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 10 മാർക്ക് തന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് ഓർ റീറ്റെയിലേഴ്സ്. ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് 2 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ ഈ ഒരു ചാപ്റ്ററിന് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് സർവീസ് ഈച്ച് റെൻഡേർഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സ് ആസ് വെൽ ആസ് ടു റീറ്റെയിലേഴ്സ് ഓർ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ റീറ്റെയിലേഴ്സ് ടു പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന സർവീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന സർവീസുകൾ ഏതൊക്കെയാണ്, അതുപോലെ റീറ്റെയിലേഴ്സ് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന സർവീസുകൾ ഏതൊക്കെയാണ്. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യന് 8 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ഒരു ചാപ്റ്ററിന് പിന്നെ ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയില്ല. 8 മാർക്കിന് ഒരു ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ആൻഡ് മൾട്ടിപ്പിൾ ഷോപ്സ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറും മൾട്ടിപ്പിൾ ഷോപ്പും തമ്മിൽ ഡിഫറൻസ് അത് റെയറാണ് ചോദിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ 8 മാർക്കിന് വരെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഈ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിനും റീറ്റെയിലേഴ്സിനും, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സ് പ്രൊഡ്യൂസേഴ്സിനും ഹോൾസെയിലേഴ്സിനും കൊടുക്കുന്ന സർവീസുകളെ പറ്റി നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് നോക്കാം. ലാസ്റ്റ് യൂണിറ്റിൻ്റെ പേര് നമുക്കറിയാം ഇൻ്റർനാഷണൽ ബിസിനസ് എന്നാണ്. ചെറിയൊരു വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിനുള്ളൂ. 5 മാർക്കാണ് വെയിറ്റേജ്. ഈ ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 3 തൊട്ട് 4 മാർക്കിന് വരെ, 3 അല്ലെങ്കിൽ 4 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്.
ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതും ഒരു 3-4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്, ഒന്നല്ലെങ്കിൽ പിന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയറിനെ പറ്റി, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയറിനെ പറ്റി ഒരു 3 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസൊക്കെ എത്ര മാർക്കിന് വീതം ചോദിക്കാമെന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.